വെൽക്കം ടു മൂവി ബ്രേക്ക്. എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച, കണ്ണ് നിറയിപ്പിച്ച സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 2024 പുറത്തിറങ്ങിയ ബിഗ് വേൾഡ് എന്ന ചൈനീസ് മൂവിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 20 വയസ്സുള്ള സെറിബ്രൽ പാൾസി ബാധിച്ച ലീ ചുൻഹെ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഇതിൽ നായകവേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ജാക്സൺ യി എന്ന ചൈനീസ് ആക്ടറാണ്. ഇത്തരത്തിലുള്ള അസുഖം ബാധിച്ച മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതിൽ അദ്ദേഹം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ആ വേഷം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം വളരെയധികം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ആ മൂവിയിലൂടെ കാണുകയും ചെയ്യാം. ഈ സിനിമയിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് അതിലെ നായകൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ്മയും തമ്മിലുള്ള റിലേഷനാണ്. അവനെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണാനും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് അവൻ്റെ ഗ്രാൻഡ്മയാണ്. അവൻ്റെ അമ്മ വിലക്കിയ പല കാര്യങ്ങളും ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നത് അവൻ്റെ ഗ്രാൻഡ്മയാണ്. അവൻ്റെ അമ്മ അറിയാതെ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും, അതുപോലെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതും, പിന്നെ ഇവൻ ഒറ്റയ്ക്ക് ജോബ് ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഇവനെന്തെങ്കിലും പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവനറിയാണ്ട് ഇവനെ ഫോളോ ചെയ്യുന്നതും, പിന്നെ ഇവൻ ഒരു ഡിസേബിൾഡാന്ന് പറയുമ്പോൾ ഇതൊരു ഡിസബിലിറ്റി അല്ല, പകരം ഇതൊരു ഡിസീസാണെന്ന് പറഞ്ഞ് ഇവന് വേണ്ടി വാദിക്കുന്നതൊക്കെ അവൻ്റെ ഗ്രാൻഡ്മയാണ്. പിന്നീട് അവൻ്റെ ലൈഫിലേക്ക് ഒരു ഗേളൊക്കെ കടന്നു വരുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവനെ കൊണ്ടാവുന്നതെല്ലാം അവൻ നേടിയെടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവൻ പാസ്സാവുന്നതും, അതുപോലെ തന്നെ അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നോർമൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാന്നുള്ളത്, അതവൻ നേടിയെടുക്കുന്നതൊക്കെ. അങ്ങനെ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. സോ എല്ലാവരും കാണാം, അഭിപ്രായം രേഖപ്പെടുത്താം.